നമോ ഭഗവതേ വാസുദേവായ. ഭാസ്വത് ഭാസ്വത് സഹസ്രപ്രഭമരിധര കൗമോദകീ പങ്കജാനി ദ്രാഘിഷ്ടൈർബാഹുദണ്ഡൈർദധതമജിതമാപീതവാസോ വസാനം ധ്യായേത് സ്ഫായത് കിരീടോജ്വലമകുടമഹാകുണ്ഡലം വന്യമാലാ വത്സശ്രീ കൗസ്തുഭാഢ്യം സ്മിതമധുരമുഖം ശ്രീധരാശ്ലിഷ്ടപാർശ്വം. നമസ്കാരം. ഭഗവാൻ മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതായ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സർവപാപമോചനവും മാനസികവും ശാരീരികവുമായ ആരോഗ്യവും സുഖകരമായ ജീവിതവും ഇഹലോകത്തും പരലോകത്തും ഉണ്ടാവുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശം മുൻപ് പല ഏകാദശി വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ നല്ല ശാരീരികവും മാനസികവുമായ ആരോഗ്യമുണ്ടാവുന്നു. എത്ര കഠിനമായ സാഹചര്യങ്ങളെയും മനധൈര്യത്തോടുകൂടി നേരിട്ട് അവയ്ക്ക് പരിഹാരം കാണാനുള്ള ശക്തി ലഭിക്കുന്നു. ഒരു വീഴ്ചകളിലും പതറാതെ മുന്നോട്ടു പോകാനുള്ള ആത്മധൈര്യം ലഭിക്കുന്നു. അതനുസരിച്ച് ശരീരവും ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുന്നു. അതിനാൽ മാനവരാശിക്ക് ഏകാദശി വ്രതം ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതനുഷ്ഠിക്കുന്നതിലൂടെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അധിക ഏകാദശിയായി കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി വ്രതമാണ് പരമ ഏകാദശി വ്രതം. അത് 3 വർഷത്തിലൊരിക്കൽ വരുന്ന പുരുഷോത്തമ മാസം എന്നറിയപ്പെടുന്ന അധിക മാസത്തിലെ 2ാമത്തെ ഏകാദശിയാണ്. ശ്രീകൃഷ്ണ പ്രീതിക്ക് ഏറെ ഉത്തമം. പരമ ഏകാദശിയിൽ 5 ദിവസം വ്രതമെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് ആചാര്യമതം, അതായത് പഞ്ചരാത്രി വ്രതം. ഈ ഏകാദശി അപൂർവമായ നേട്ടങ്ങൾ നൽകുന്ന ഒന്നാണ്. പരമ ഏകാദശി വ്രതം സാമ്പത്തികാഭിവൃദ്ധി, ധനം, സുഭിക്ഷത, സകല ഐശ്വര്യം എന്നിവ നൽകുന്നു. അത് തെളിയിക്കുന്ന ഒരു കഥയും പുരാണത്തിലുണ്ട്. പണ്ട് സുമേധ എന്നു പേരായ ഒരു സാധു ബ്രാഹ്മണനും ഭാര്യയും കാമ്പില്യ എന്നു പേരായ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. സുമേധയുടെ പത്നി വളരെ ഭക്തയും പരിശുദ്ധയും നന്മ നിറഞ്ഞവളുമായിരുന്നു. എന്നാൽ പൂർവജന്മ പാപത്താൽ അവരിരുവരും കടുത്ത ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരായിരുന്നു. ഭിക്ഷയാചിച്ചു നടന്നിട്ട് പോലും ജീവിക്കാനുള്ള ഭക്ഷണം അവർക്ക് ലഭിച്ചിരുന്നില്ല. നല്ലൊരു വസ്ത്രം പോലും ധരിക്കാനില്ലാതെ സുമേധൻ്റെ പത്നി വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. വല്ലപ്പോഴും ഭിക്ഷയാചിച്ചു കിട്ടുന്നത് പോലും അതിഥികൾക്ക് ഭക്ഷണം നൽകി യാതൊരു പരാതിയുമില്ലാതെ ഭർത്താവിനോട് ഒന്നും ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ എല്ലാം സഹിച്ച് ഭർത്താവിനെ സ്നേഹപൂർവ്വം പരിചരിച്ച് ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ തൻ്റെ ദാരിദ്ര്യത്തിൽ വളരെയധികം ദുഃഖിതനായ സുമേധൻ ഒരു ദിവസം തൻ്റെ ഭാര്യയോട് തനിക്ക് പുറത്തുള്ള ദേശങ്ങളിൽ ജോലി കിട്ടുമെന്നും അവിടെ പോയി ജോലി ചെയ്ത് ധനം സമ്പാദിച്ചു കൊണ്ടുവരാമെന്നും പറയുന്നു. അത് കേട്ട് അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തെ തടയുന്നു. ഒരു നല്ല പത്നി ഭർത്താവിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലും ഒരു പരാതിയുമില്ലാതെ പങ്കുചേരുന്നവളാണ്. ഭർത്താവ് കൂടെയില്ലാത്ത സ്ത്രീയെ സർവ്വജനങ്ങളും അപലപിക്കുന്നു. അതിനാൽ നിങ്ങളുടെ വേർപാട് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എവിടെ പോയാലും നമ്മുടെ വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. എത്ര വലിയ സ്ഥലത്ത് താമസിച്ചാലും ഭാഗ്യമില്ലാതെ നല്ല ജീവിതം ലഭിക്കില്ല. കഴിഞ്ഞ ജന്മങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം. അതിനാൽ അങ്ങ് ഇവിടെ തന്നെ താമസിക്കണം. ദൈവഹിതം എന്തെന്നത് അനുഭവിച്ചേ മതിയാവൂ എന്ന്. അങ്ങനെ ഭാര്യയുടെ അപേക്ഷ പ്രകാരം ബ്രാഹ്മണൻ അവിടെ തന്നെ താമസം തുടരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ കൗണ്ഡിന്യ മുനി അവിടെ വന്നു. സുമേധയും പത്നിയും മുനിയെ വണങ്ങി യഥാവിധി സ്വീകരിച്ചുരുത്തി ഭക്ഷണമെല്ലാം നൽകി സന്തോഷിപ്പിച്ചു. ഒടുവിൽ പതിവ്രതയായ സുമേധയുടെ പത്നി മുനിയെ വണങ്ങി തങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാവാനുള്ള ഒരു മാർഗം ഉപദേശിക്കാൻ അപേക്ഷിച്ചു. അങ്ങനെ മുനി അവരോട് കൃഷ്ണപക്ഷത്തിൽ വരുന്ന പരമ ഏകാദശി വ്രതം യഥാവിധി ഭക്തിയോടെ അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ അളവില്ലാത്ത ധനത്തിന് അധിപന്മാരായിത്തീരുന്നു. കുബേരൻ പോലും അനുഷ്ഠിക്കുന്ന വ്രതമാണ് പരമ ഏകാദശി വ്രതം. പരമ ഏകാദശി വ്രതം കൃത്യമായി അനുഷ്ഠിച്ച കുബേരനെ ഭഗവാൻ ധനത്തിൻ്റെ രാജാവാക്കി. ഹരിശ്ചന്ദ്ര മഹാരാജാവിന് പോലും സ്വന്തം രാജ്യവും ഭാര്യയെയും പുത്രനെയും തിരികെ ലഭിച്ചത് പരമ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെയാണ്. പരമ ഏകാദശി വ്രതത്തോടനുബന്ധിച്ച് പഞ്ചരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതും ഏറെ വിശേഷമാണ്.
5 ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർ തൻ്റെ മാതാപിതാക്കൾ, പുത്രർ, ഭാര്യ, ബന്ധുജനങ്ങൾ എന്നിവരോടൊപ്പം സ്വർഗജീവിതം നയിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. കൗണ്ഡിന്യ മുനിയുടെ നിർദ്ദേശപ്രകാരം പരമ ഏകാദശി വ്രതവും അതിനോടനുബന്ധിച്ചുള്ള പഞ്ചരാത്രി വ്രതവും അനുഷ്ഠിച്ച സുമേധയും പത്നിയും രാജതുല്യമായ സർവ്വവിധ സുഖങ്ങളോടും കൂടിയ ജീവിതം നയിച്ച് വർഷങ്ങളോളം ഭൂമിയിൽ ജീവിച്ച് വിഷ്ണുപദം പൂകി. അതിനാൽ ധനാഭിവൃദ്ധിക്കും സുഖകരമായ ജീവിതത്തിനും പരമ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ വർഷം 2026 പരമ ഏകാദശി വ്രതം വരുന്നത് ജൂൺ 11 വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയും ഏകാദശിയും ചേർന്ന് വരുന്നതിനാൽ ഈ ഏകാദശി വ്രതം ഇരട്ടി ഫലം നൽകും. പരമ ഏകാദശി തിഥി 2026 ജൂൺ 10 അർദ്ധരാത്രി കഴിഞ്ഞ്, അതായത് ജൂൺ 11 പുലർച്ചയ്ക്ക് മുൻപ് 12:58 മുതൽ ജൂൺ 11 രാത്രി 10:36 വരെയാണ്. പാരണ വീടേണ്ടത് ജൂൺ 12 രാവിലെ 6:07 8:38 ഇടയിലുള്ള സമയത്താണ്. ജൂൺ 11 വൈകിട്ട് 5:11 മുതൽ ജൂൺ 12 പുലർച്ചെ 3:51 വരെയാണ് ഹരിവാസരം വരുന്നത്. ഹരിവാസരത്തിൽ അഖണ്ഡ നാമജപം ഏറെ പ്രധാനമാണ്. പരമ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാനെയും പട്ടാഭിഷിക്തനായ സീതാസമേതനായ ശ്രീരാമനെയുമാണ് ഭജിക്കേണ്ടത്. പരമ ഏകാദശി ദിവസം മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തിലോ വിഗ്രഹത്തിലോ മഞ്ഞപ്പട്ട് ചാർത്തുന്നതും ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്. മഞ്ഞൾ, കളഭം, മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ധൂപം, നെയ്വിളക്ക് എന്നിവയും സമർപ്പിക്കുന്നതും ഏറെ വിശേഷമാണ്. അന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള മധുര പലഹാരങ്ങൾ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അഖണ്ഡ നാമജപം, വിഷ്ണു സഹസ്രനാമം, ശ്രീ വിഷ്ണു ഭുജംഗം, ശ്രീരാമ ഭുജംഗം, ഏകശ്ലോക രാമായണം, നാമരാമായണം, ഹനുമാൻ ചാലീസ, ഹരേ രാമ ഹരേ കൃഷ്ണ നാമജപം, അഷ്ടാക്ഷര മഹാമന്ത്രം, ദ്വാദശാക്ഷര മഹാമന്ത്രം എന്നിവയെല്ലാം സാധിക്കും പോലെ ആവുന്നത്ര ജപിക്കുക. പരമ ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കുന്നവർ കുബേര തുല്യമായ ജീവിതം നയിക്കുമെന്നാണ് പറയുന്നത്. അന്നേ ദിവസം ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്കായി ഈ പറയുന്ന മന്ത്രജപങ്ങൾ വളരെ പ്രധാനം. ഓം നാരായണായ നമഃ, ഓം മഹാഭോഗായ നമഃ, ഓം മഹാധനായ നമഃ, ഓം രത്നഗർഭായ നമഃ, ഓം മേദിനി പദയേ നമഃ, ഓം മഹാവരാഹായ നമഃ. എല്ലാവർക്കും പരമ ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിച്ച് ഐശ്വര്യപൂർണമായ ജീവിതം ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം